നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തെന്നാലി രാമൻ്റെ നല്ലൊരു കഥയാണ്. ഗൂഢാലോചന. രാജഭവനത്തിൽ നടന്ന രഹസ്യപരമായ ഒരു ഗൂഢാലോചനയും അതിനെ നേരിട്ട തെന്നാലി രാമൻ്റെ അത്ഭുതകരമായ ബുദ്ധിയും ഈ കഥയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നു. അവസാനം വരെ കേൾക്കുക. അതിലെ സന്ദേശം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ തുടങ്ങാം. ഗൂഢാലോചന. തെന്നാലി രാമനോട് ശത്രുതയുള്ളവർ ധാരാളം പേരുണ്ടായിരുന്നു ദർബാറിൽ. അവർ തെന്നാലി രാമനെക്കുറിച്ച് പലതരത്തിലുള്ള അപഖ്യാതികൾ ചക്രവർത്തിയുടെ ചെവിയിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ചക്രവർത്തി അതിനൊന്നും ചെവി കൊടുത്തില്ല. എങ്കിലും ശത്രുക്കൾ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. അവർ തെന്നാലി രാമനെതിരെ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഏതാനും ദർബാർ അംഗങ്ങൾ ചക്രവർത്തിയെ സമീപിച്ചിട്ട് പറഞ്ഞു, തിരുമനസേ, തെന്നാലി രാമൻ പലരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതായി കേൾക്കുന്നു. അങ്ങ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തെന്നാലി രാമൻ അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ തന്നെ ചക്രവർത്തി രാമനെതിരായുള്ള ആരോപണം നിഷേധിച്ചു. എന്നാൽ ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല. ഊഴം വെച്ച് ഓരോരുത്തരായി ചക്രവർത്തിയെ കണ്ട് തെന്നാലി രാമൻ കൈക്കൂലി വാങ്ങുന്നതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഇങ്ങനെ സ്ഥിരമായി കുറ്റാരോപണം കേട്ടപ്പോൾ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചക്രവർത്തിക്കും സംശയം തോന്നി. ഒരു ദിവസം ദർബാർ കൂടിയ സമയത്ത് ചക്രവർത്തി പരസ്യമായി തെന്നാലി രാമനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. രാമ, താങ്കൾ കൈക്കൂലി വാങ്ങുന്നതായി പലരും പറഞ്ഞു കേൾക്കുന്നു. ഇതിൽ വല്ല വാസ്തവവുമുണ്ടോ? വാസ്തവമുണ്ടെങ്കിൽ താങ്കൾ എത്രയും വേഗം ദർബാർ വിട്ടു പോവുക. അല്ല, താങ്കൾ നിരപരാധിയാണെങ്കിൽ ഒരാഴ്ചയ്ക്കകം അത് തെളിയിക്കുക. തെന്നാലി രാമന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ചക്രവർത്തിയുടെ മുന്നിൽ തല താഴ്ത്തി നിന്നതേയുള്ളൂ. തെന്നാലി രാമൻ പരസ്യമായി അപമാനിക്കപ്പെട്ടതിൽ ദർബാർ അംഗങ്ങൾ അളവറ്റ് സന്തോഷിച്ചു. തെന്നാലി രാമൻ ഒന്നും പറയാതെ തലയും താഴ്ത്തി വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം 2-3 ദിവസത്തേക്ക് തെന്നാലി രാമൻ്റെ ഒരു വിവരവും ഉണ്ടായില്ല. തെന്നാലി രാമൻ്റെ ശത്രുക്കൾക്ക് വലിയ സന്തോഷമായി. തെന്നാലി രാമൻ ഒഴിഞ്ഞുപോയിരിക്കുന്നു. ഇനി അയാളെക്കൊണ്ട് ശല്യമുണ്ടാകില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം തെന്നാലി രാമൻ്റെ കത്തുമായി പരിചാരകൻ ദർബാറിൽ വന്നു. കത്ത് പ്രധാനമന്ത്രിയെ ഏൽപ്പിച്ചു. ചക്രവർത്തി കത്ത് വായിക്കാൻ കൽപ്പിച്ചു. പ്രധാനമന്ത്രി കത്ത് വായിക്കാൻ തുടങ്ങി. തിരുമനസിന് നമസ്കാരം. അങ്ങയുടെ ദർബാറിൽ വെച്ച് നിരപരാധിയായ എനിക്ക് താങ്ങാനാവാത്ത അപമാനമാണ് ഉണ്ടായത്. എനിക്കെതിരെ കുറ്റാരോപണം ഉണ്ടായപ്പോൾ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ പോലും എനിക്ക് അനുകൂലമായി സംസാരിച്ചില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരും ഞാൻ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നുവെന്നാണ്. രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരായി ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലാത്ത എനിക്ക് അത് താങ്ങാനാവാത്ത വേദനയും അപമാനവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങേക്ക് ജഗദംബ ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹ ആദരങ്ങളോടെ തെന്നാലി രാമൻ. ചക്രവർത്തിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അദ്ദേഹത്തിൻ്റെ കണ്ണ് നനഞ്ഞു. വലിയ അപരാധം തന്നെയാണ് ഞാൻ ചെയ്തത്. മറ്റുള്ളവരുടെ വാക്കുകേട്ട് ഞാൻ രാമനെ അങ്ങനെ കുറ്റപ്പെടുത്തണ്ടായിരുന്നു. തെന്നാലി രാമനെ പോലെ ഒരാളെ ഇനി എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് കാണാനാവില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്. തെന്നാലി രാമൻ അപാര ബുദ്ധിമാനായിരുന്നു, പണ്ഡിതനും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമുണ്ടാക്കിയ വിടവ് നികത്താൻ മറ്റാർക്കും കഴിയില്ല. അദ്ദേഹം സത്യസന്ധനും വിശ്വസ്തനും രാജ്യത്തോട് കൂറുള്ളവനുമായിരുന്നു. ദർബാർ അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു. അതിനു പിറകെ എല്ലാവരും തെന്നാലി രാമനെ പ്രശംസിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവരെല്ലാവരും തന്നെ തെന്നാലി രാമനെക്കുറിച്ച് ദുഷിച്ച് സംസാരിച്ചിട്ടുള്ളവരാണ്. അവർ തന്നെയാണ് ഇപ്പോൾ തെന്നാലി രാമനെ പുകഴ്ത്തുന്നതും. അതും കൂടിയായപ്പോൾ ചക്രവർത്തിയുടെ വിഷമം ഇരട്ടിച്ചു. പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്നത്തെ സമ്മേളനം തെന്നാലി രാമനോടുള്ള ആദര സൂചകമായി അനുശോചന യോഗമായി ആചരിക്കാൻ നാം ആഗ്രഹിക്കുന്നു. നമുക്ക് തെന്നാലി രാമൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കാം. ചക്രവർത്തി എഴുന്നേറ്റ് കണ്ണടച്ചു നിന്നു. സഭാംഗങ്ങളും അപ്രകാരം ചെയ്തു. അതിനുശേഷം ഓരോരുത്തരായി തെന്നാലി രാമനെ പ്രകീർത്തിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം ദർബാറിലേക്ക് നീണ്ട താടിയും മുടിയുമുള്ള ഒരു സന്യാസി കടന്നു വന്നു. ദുഃഖിതരായിരുന്ന സഭാംഗങ്ങളെ അനുഗ്രഹിച്ചിട്ട് സന്യാസി തൻ്റെ താടിയും മുടിയും അഴിച്ചുമാറ്റി. അത് കണ്ട് എല്ലാവരും അമ്പരന്നിരുന്നു. അത് തെന്നാലി രാമനായിരുന്നു. രാമ, താങ്കളോ? ചക്രവർത്തി അത്ഭുതത്തോടെ ചോദിച്ചു.
അങ്ങേക്ക് ദീർഘായുസുണ്ടാകട്ടെ മഹാരാജൻ. ഇന്ന് നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ഞാൻ സത്യസന്ധനും വിശ്വസ്തനും രാജ്യത്തോട് കൂറുള്ളവനുമാണെന്ന് പറയുന്നത് കേട്ടു. ഇതിൽ പരം എങ്ങനെയാണ് ഞാൻ എൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടത്? തെന്നാലി രാമൻ്റെ ശത്രുക്കളുടെ നാവിറങ്ങിപ്പോയി. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല തെന്നാലി രാമൻ. ചക്രവർത്തി അഭിനന്ദനങ്ങൾ കൊണ്ട് തെന്നാലി രാമനെ പൊതിഞ്ഞു.